അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 18 ദിവസത്തെ ശൂന്യാകാശവാസം പൂർത്തിയാക്കി ഇന്ത്യൻ വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിൽ മടങ്ങിയെത്തി. 22 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ചൊവ്വാഴ്ച പകൽ 3 മണിയോടെ പേടകം കാലിഫോർണിയയ്ക്കടുത്ത് പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തു. കഴിഞ്ഞ മാസം ജൂൺ 26-ന് അന്താരാഷ്ട്ര നിലയത്തിലെത്തിയ ശുക്ലയടക്കമുള്ള 4-അംഗ സംഘം ജൂലൈ 14 തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് യാത്ര തിരിച്ചത്. പകൽ 2:10-ന് നിലയത്തിലെ ഹാർമണി മൊഡ്യൂൾ വഴി സംഘാംഗങ്ങൾ ഡ്രാഗൺ പേടകത്തിൽ പ്രവേശിച്ചു. 3 മണിയോടെ പേടക കവാടം അടച്ച് അൺഡോക്കിംഗ് ആരംഭിച്ചു. 4:45-ന് പേടകം നിലയത്തിൽ നിന്ന് യാത്ര പറഞ്ഞു നീങ്ങി. പേടകത്തിലെ ട്രസ്റ്ററുകൾ ജ്വലിപ്പിച്ച് വേഗം കൂട്ടി. 4 ഘട്ടങ്ങളായുള്ള നിയന്ത്രിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഡ്രാഗൺ പേടകം ഭൂമിയിൽ തിരിച്ചെത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന ഡി ഓർബിറ്റ് ജ്വലനത്തോടെയാണ് പേടകം ഭൂമിയിലേക്ക് വഴിതിരിഞ്ഞത്. ഭൂമിയിൽ നിന്ന് 350 കിലോമീറ്റർ ഉയരത്തിൽ വച്ച് പേടകത്തെ ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള ജ്വലനം പൂർത്തിയാക്കി. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്ന് പേടകം 10 മിനിറ്റോളം സ്വതന്ത്രമായി സഞ്ചരിച്ചു. പസഫിക് സമുദ്രത്തിലെ നിയന്ത്രണ ഭാഗത്ത് പാരച്യൂട്ടുകൾ വിടർത്തി വേഗം സാവകാശം കുറച്ച് അവർ ഭൂമിയിൽ തൊട്ടു. എല്ലാം കൃത്യമായിരുന്നു. തുടർന്ന് പേടകത്തെ പ്രത്യേകം തയ്യാറാക്കിയ കപ്പലിൽ കയറ്റി. പേടകത്തിന്റെ കമാൻഡർ പെഗി വിറ്റ്സൺ, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാമു, പോളണ്ടിൽ നിന്നുള്ള സാവോസ് യു വിസ്നിവ്സ്കി എന്നിവർക്കൊപ്പം ശുഭാംശുവും കരുതൊട്ടു. ഇക്കഴിഞ്ഞ 19 ദിവസവും അന്താരാഷ്ട്ര നിലയം വ്യത്യസ്തങ്ങളായ നിരവധി പരീക്ഷണങ്ങൾക്ക് വേദിയായി മാറി. ലോകത്തിനു മാതൃകയായി സംഘം തിരികെ എത്തുമ്പോൾ അവർക്ക് നൽകാനായി സന്തോഷ വാർത്തകളുടെ, ചരിത്ര നിമിഷങ്ങളുടെ കിഴിക്കെട്ടുമായി കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം.